JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. വാട്ടർ അതോറിറ്റി ക്ലർക്ക് പട്ടികയെ സംബന്ധിച്ച് PSCക്ക് സുപ്രീം കോടതിയുടെ വിമർശനം എന്ന ഒരു തലക്കെട്ടോടുകൂടി ഒരു വാർത്ത നിങ്ങൾ കണ്ടു കാണും അല്ലെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വാട്ടർ അതോറിറ്റി LD ക്ലർക്ക് നിയമനത്തിനായിട്ട് 2012 വിജ്ഞാപന പ്രകാരം തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ PSC സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചില്ലെന്ന് സുപ്രീം കോടതി പറയുകയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളത്. യോഗ്യതകളെ അട്ടിമറിച്ച് നിയമന നടപടികൾ കുഴച്ചു മറിച്ചതിനാൽ പൂർണ്ണ ഉത്തരവാദിത്തം PSCക്കാണ് എന്ന് കോടതി കുറ്റപ്പെടുത്തി. തങ്ങളെ പുറത്താക്കാനുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ DCA യോഗ്യതയുള്ളവർ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി PSCയെ രൂക്ഷമായി വിമർശിച്ചത്. 145 ഒടുവിലേക്ക് 12 വർഷം മുൻപാണ് PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. ബിരുദവും സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി ഓഫീസ് ഓട്ടോമേഷനുമായിരുന്നു യോഗ്യത. അപേക്ഷ സ്വീകരിക്കുന്നതിനിടയിൽ തന്നെ യോഗ്യതയിൽ PSC മാറ്റം വരുത്തി. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർ ഉയർന്ന യോഗ്യതയാണെന്ന് അവകാശപ്പെട്ട് അവസരത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. DCA വിജ്ഞാപനത്തിൽ പറയാത്തതിനാൽ അനുവദിക്കാനാകില്ലെന്ന നിലപാടാണ് PSC ആദ്യം സ്വീകരിച്ചത്. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ DCA യോഗ്യതയുള്ളവരെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതിനെതിരെ സർട്ടിഫിക്കറ്റുകാര് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് കേസ് പലതവണ ഹൈക്കോടതി ബെഞ്ചുകൾ പരിഗണിച്ചു. സർട്ടിഫിക്കറ്റുകാർക്ക് അനുകൂലമായ വിധിയാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടായത്. ഇതിനെതിരെ DCA യോഗ്യതയുള്ളവർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ചുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. മാനദണ്ഡങ്ങളിൽ സ്ഥിരത പാലിക്കാത്ത PSCയുടെ നടപടിയാണ് ആശയക്കുഴപ്പങ്ങൾക്ക് നിയമപോരാട്ടങ്ങൾക്കും കാരണമായതെന്ന് ജസ്റ്റിസ് PS നരസിംഹം അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. സർക്കാർ ജോലിയിലേക്ക് നിയമനം നടത്തുന്ന ഭരണഘടനാ സ്ഥാപനമായ PSC ഉയർന്ന നിലവാരവും സുതാര്യതയും പാലിക്കണം എന്നും അതുപോലെ തന്നെ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരുടെ പ്രതീക്ഷകൾ തകിടം മറിക്കുന്ന നടപടികൾ ഭാവിയിലെങ്കിലും PSCയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നും പ്രതീക്ഷിക്കാമെന്നും സുപ്രീം കോടതി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇങ്ങനെയാണ് ഇതിനെതിരെ സുപ്രീം കോടതിയുടെ വിമർശനം ഉണ്ടായിട്ടുള്ളത്. കേരള വാട്ടർ അതോറിറ്റിയുടെ LD ക്ലർക്ക് നിയമനത്തിനായിട്ട് 2012 വിജ്ഞാപനം തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ PSC സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചില്ലെന്നാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ കാര്യങ്ങളെല്ലാം തന്നെ PSCയിൽ നിന്ന് ഇനി ഉണ്ടാവുമെന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.